അദ്ദേഹം ആരുടെ അടുത്ത സുഹൃത്താണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ നല്ല സുഹൃത്താണ് ധർമ്മജൻ പോൾക്കാട്ടി. പക്ഷെ ഇന്നലെ ആ ഒരു ചർച്ചയിൽ പങ്കെടുത്തത് അദ്ദേഹം സംസാരിച്ചത്, അദ്ദേഹം ഒരു പക്ഷേ ആരാണെന്നറിയാതെയൊക്കെ സംസാരിച്ചായിരിക്കും, എങ്കിലും ഒരു സ്ത്രീയോടാണ് സംസാരിക്കുന്നത് എന്ന ബോധ്യം അയാൾക്ക് ഉണ്ടാകണമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇന്നലെ സംസാരിച്ച ഭാഷ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വരം ഒന്നും അത്രയും ഒരു പരിഷ്കൃത സമൂഹത്തിന് തന്നെ ചേർന്നതല്ല എന്നൊരു വ്യക്തമായ അഭിപ്രായം തന്നെ. എൻ്റെ സുഹൃത്താണെങ്കിൽ പോലും എനിക്കത് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാപ്രവർത്തകൻ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയാകേണ്ടവരാണ് എല്ലാ അർത്ഥത്തിലും. അവർ സമൂഹത്തേക്ക് ഒരുപാട് സ്വാധീനിക്കാൻ, സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ, സമൂഹത്തെ ശരിയിലേക്ക് വിരൽ ചൂണ്ടാൻ പ്രാപ്തരാക്കാനൊക്കെയുള്ള ഒരു വലിയ ദൗത്യമാണ് കലാകാരൻ എന്ന് പറയുന്നത്. കലാകാരൻ്റെ അല്ലാതെ കുറേ വിനോദിപ്പിക്കൽ മാത്രമല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകകളാകണം. അവരുടെ എല്ലാ അർത്ഥത്തിലും, അവരുടെ സംസാരത്തിൽ, പ്രവൃത്തികളിൽ ഒക്കെ ആ ഒരു മാതൃക അവർ പുലർത്തണം. എന്നാലും തീർച്ചയായിട്ടും അതെനിക്ക് വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യം. അത് നമ്മുടെ ഒരു സഹപ്രവർത്തകരിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരു പ്രതികരണം വന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല.